സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇഡ്ഡലി, ദോശ, പൂരി ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ ആയിരിക്കും സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തക്കാളി വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റമാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. എടുത്തേക്കുന്ന തക്കാളി അവിടെ ഇട്ട് വെച്ചിട്ട് ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ ഒരു 10-15 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒട്ടും കുറയ്ക്കാനായിട്ട് പാടില്ല. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി കൊണ്ടിരിക്കണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കുളമായി പോകും. ദാണ്ടെ പറഞ്ഞ സമയം കൊണ്ട് തന്നെ വറ്റൽമുളക് ഇവിടെ നല്ലപോലെ മൂത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റുവാണ്. മാറ്റുന്ന മുഴുവനും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഒരു 10-12 വെളുത്തുള്ളിയും 10-20 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയായിരിക്കും. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസുകളൊക്കെ ഇനിയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടേ വീണ്ടും നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്താൽ ചെറിയുള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് താണ്ട് ഈ ഒരു പരുവത്തിൽ വരും. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ വഴറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് കോരി മാറ്റി തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു അരയ്ക്കുന്ന ജാറിനകത്തോട്ട് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അരച്ചങ്ങോട്ട് എടുക്കണം. വെള്ളമൊന്നും ചേർത്തിട്ട് അരയ്ക്കാനായിട്ട് നിൽക്കരുത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 5 തക്കാളി എടുത്തിട്ടുള്ളൂ. അത് നടുകെ ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കമത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ഈ കമത്തി അങ്ങോട്ട് എടുത്തേക്കുന്നത്. ഇനി ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. സാധാരണ തക്കാളി എങ്ങനെയാണോ വഴറ്റി എടുക്കുന്ന ആ പരുവത്തിൽ നല്ലതുപോലെ കുത്തിയാൽ ഒട്ടഞ്ഞു വരുന്ന പരുവത്തിൽ വേണം. ദാണ്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടച്ചങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കണം. ഇനി ഈ ഒരു തക്കാളിയുടെ ഉള്ളിൽ ഒരു വെള്ളമയമുണ്ട്. അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് അങ്ങോട്ട് വെച്ചേക്കുക. അപ്പോഴത്തേക്കാണ് ആ വെള്ളമയമൊക്കെ ഒന്ന് മാറി അങ്ങോട്ട് വരും. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, വറ്റൽമുളക് ചെറിയുള്ളിയുടെ അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാമേ. ഈ ഒരു മസാലയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി പെരട്ടി അങ്ങോട്ട് എടുക്കണം. ആ മസാലയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു എരിവൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് പിടിക്കുന്ന പരുവത്തിൽ വേണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാനായിട്ട്. എന്നിട്ടുണ്ടല്ലോ നമുക്കിതിനകത്തോട്ട് കുറച്ച് പുളിവെള്ളം, വാളംപുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് അതുകൂടെ ചേർക്കാം. തക്കാളിക്ക് എന്തിനാണ് ഉപയോഗം വാളംപുളി വെള്ളം നിങ്ങൾ ചോദിക്കും. ഓരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട്. എന്തായാലും നമ്മളിവിടെ വാളംപുളി വെള്ളം കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട ഇതുപോലൊരു വര വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരഞ്ഞു വരണം. ആ പരുവത്തിൽ ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഈ പുളിയും എരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു പഞ്ചസാര ചേർത്താലും മതി. സംഭവം എന്തായാലും അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ദോശ, ഇഡ്ഡലി, പൂരി എന്തിനേറെ പറയുന്നു, നമുക്ക് ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ വേണ്ടി ഈ ഒരു തക്കാളി ചട്നി മതി. നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇഡ്ഡലിയോ ദോശയോ പൂരിയോ ഒക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പണിയും വളരെ എളുപ്പമാണ്, ടേസ്റ്റും അപാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ട് തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഐറ്റംസുകളാണ് നമ്മൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, മുടങ്ങാതെ കിട്ടാൻ വേണ്ടി മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നല്ലൊരു കിടിലൻ കിട്ടുക്കാച്ചി ഐറ്റംസായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.